Hello friends. First of all, let's know what are the chapters in physics we are going to study. The first chapter is Physical World. Second, Unit and Measurement. Motion in a straight line. Motion in a plane. Laws of motion. Work, energy and power. Rotational motion. Gravitation. Mechanical properties of solids. Mechanical properties of fluids, thermal properties of matter, thermodynamics, kinetic theory, oscillations and waves. So friends, let us start with physical world. Humans have always been curious about the world around them. രാത്രിയും പകലും റെഗുലർ ഇൻ്റർവെല്ലിൽ മാറി മാറി വരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ, annual cycle of seasons, the eclipses, the tides, the volcanoes, the rainbow, etc. മനുഷ്യൻ പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങളുടെ രഹസ്യമറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. And he found that there is some meaningful patterns and relations in natural phenomena. And he built some tools to interact with nature. മനുഷ്യൻ്റെ ഈ പഠനം മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തുടക്കത്തിന് കാരണമായി. ഫിസിക്കൽ വേൾഡ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ് എന്നും അതിൻ്റെ സ്കോപ്പ്, എക്സൈറ്റ്മെൻറ്റ്സ്, ടെക്നോളജി ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കും. കൂടാതെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ് ഇവയെക്കുറിച്ചും നമ്മൾ പഠിക്കും. So friends, what is science? Science is the systematic study of the structure and behavior of the physical and natural world through observations and experiments. പലതരത്തിലുള്ള നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും പ്രകൃതിയിലെ സ്ട്രക്ചർ, അതിൻ്റെ ബിഹേവിയർ, സ്വഭാവം ഇവയെക്കുറിച്ചുള്ള പഠനമാണ് സയൻസ്. നമുക്ക് സയൻസിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. സയൻറ്റിഫിക് മെത്തേഡ് ഇസ് എ വേ ടു ഗെയിൻ നോളജ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് വേ. സയൻറ്റിസ്റ്റുകൾ ഇതുപോലെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും തിയറി, ലോസ് ഇവയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും. സോ ഈ സയൻറ്റിഫിക് മെത്തേഡ്സ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. Now friends, physics is the branch of science deals with the nature and properties of matter and energy. ഫിസിക്സ് എന്നാൽ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ്. കൂടാതെ ഫിസിക്സിൽ നമ്മൾ മാറ്റർ അഥവാ പദാർത്ഥത്തെക്കുറിച്ചും എനർജി അഥവാ ഊർജത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. So friends, physics is an exciting subject. So now let us know scope of physics. The scope of physics is vast. കാരണം വളരെ ചെറിയ കണികകൾ മുതൽ, അതായത് ആറ്റംസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എന്നിവയെക്കുറിച്ചും വളരെ വലിയ യൂണിവേഴ്സ്, സ്പേസ് അതായത് ബഹിരാകാശം ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. സോ ഫിസിക്സിൻ്റെ റേഞ്ച് ഓഫ് സ്റ്റഡി വളരെ വാസ്റ്റ് ആൻഡ് വൈഡ് ആണ്. So physics scope ranges from macroscopic quantities like the universe and the microscopic quantities like an atom. ഇനി നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. ഹൈപ്പോത്തസിസ്, ആക്സിയം, മോഡൽസ് ആൻഡ് അസംപ്ഷൻ. ഹൈപ്പോത്തസിസ് is a supposition without assuming that it is true. It may not be proved but can be verified through a series of experiments. ഹൈപ്പോത്തസിസ് എന്നാൽ സാങ്കല്പിക സിദ്ധാന്തം. ഇത് ശരിയോ തെറ്റോ ആവാം, but it can be verified through a series of experiments. Next is axiom. Axiom is a self-evident truth that is accepted without controversy or question. Axiom without any question or without any proof
നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ട്രൂത്താണ്. ആക്സിയം ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ പ്രൊപ്പോസിഷൻ ദാറ്റ് നീഡ്സ് നോ പ്രൂഫ് ബിക്കോസ് ഇറ്റ് ഇസ് ട്രൂത്ത്. Now, model. Model is a theory proposed to explain observed phenomena. മോഡൽ നമുക്കറിയാം, നമ്മുടെ ഒബ്സർവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡൽ. ക്ലിയർ? അസംഷൻ. Assumption is the basis of physics, where a number of phenomena can be explained. These assumptions are made from experiments, observations, and a lot of statistical data. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, ഒബ്സർവേഷൻസ്, ഡാറ്റാസ് ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു അസംഷനിൽ എത്തിച്ചേരുന്നത്. ക്ലിയർ? ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ്. നമുക്കറിയാം, ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് ഒരുപാട് ടെക്നോളജീസ്. ഫോർ എക്സാമ്പിൾ, സ്റ്റീം എൻജിൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അതായത് മൊബൈൽ ഫോൺസ്, ന്യൂക്ലിയർ വെപ്പൺസ്, സോളാർ സെൽ, എക്സെട്ര എക്സെട്ര. ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഈ ചാപ്റ്ററിൽ പഠിക്കാം. നൗ, ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. എന്തൊക്കെ ഫോഴ്സുകളാണ് നാം നേച്ചറിൽ കാണുന്നത്? മസ്കുലാർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഈ ഫോഴ്സുകളെയൊക്കെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്നാൽ ബേസിക് ഫോഴ്സസ് ആണ്. ഈ ബേസിക് ഫോഴ്സുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇവയൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഈ ഫോഴ്സുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഫ്രണ്ട്സ്, ഡോണ്ട് വറി, ഈ ഫോഴ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. നൗ ഫ്രണ്ട്സ്, ഒരു ബോൾ ഒരു h ഹൈറ്റിൽ വെച്ചിരിക്കുന്നു. ഈ ബോളിൽ എന്ത് എനർജിയാണ് ഉണ്ടാവുക? യെസ്, ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സീറോ കൈനറ്റിക് എനർജി. നൗ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ബോൾ ഫോൾ ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ എന്ത് എനർജിയാണ് ബോളിനുണ്ടാവുക? As soon as it touches the ground, the potential energy gets converted into kinetic energy, but the total mechanical energy remains the same. ഇവിടെ ബോളിന് കൈനറ്റിക് എനർജി എവിടെ നിന്ന് കിട്ടി? ബോൾ ഹൈറ്റിലായിരുന്നപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ബോൾ ഫോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്തു. So the total mechanical energy, that is kinetic plus potential, is same at each and every point. It is called the conservation of energy. That is, energy can neither be created and nor be destroyed, but it can be converted from one form to another. എനർജി നമുക്ക് ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല, ബട്ട് മറ്റൊരു ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. സോ ദിസ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫിസിക്കൽ വേൾഡ്. താങ്ക് യു.